ഇന്ന് വയനാടിന്റെ അക്ഷരഭൂമികയിൽ തികച്ചും വ്യത്യസ്തനായ ഒരു എഴുത്തുകാരനെയാണ് പരിചയപ്പെടുത്തുന്നത്. ആരോഗ്യരംഗം പോലും തികച്ചും കച്ചവടവൽക്കരിക്കപ്പെട്ട പുതിയ കാലത്ത് ദന്തരോഗങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് തികച്ചും ബോധവൽക്കരണം നടത്തുന്നതിനായി രചിച്ച 2 പുസ്തകങ്ങളുടെ രചയിതാവായ ഡോക്ടർ സനോജ് PB. DC ബുക്സ് 2015 പ്രസിദ്ധീകരിച്ച ഒരു ദന്തഡോക്ടറുടെ ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഡോക്ടറെ ഒരു സംശയം എന്ന പുസ്തകം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. ക്ലിനിക്കിൽ എത്താതെ തന്നെ ദന്തരോഗങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാൻ ഏറെ സഹായകരമാണ് ഈ പുസ്തകം. തുടർന്ന് 8 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം പല്ലിനെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചും ദന്തചികിത്സകളിലെ നൂതന രീതികളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന പല്ല് നിങ്ങൾക്കൊരു പ്രശ്നമേയാകില്ല എന്ന പുസ്തകവും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ദന്തരോഗങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ പ്രസിദ്ധീകരിക്കുന്ന മലയാളത്തിലെ ആദ്യ പുസ്തകങ്ങൾ എന്ന പ്രാധാന്യം 2 രചനകൾക്കുമുണ്ട്. പല്ലിന്റെ ആരോഗ്യത്തെക്കുറിച്ച് പൊതുവെ പ്രചരിക്കുന്ന തെറ്റിദ്ധാരണകളും സംശയങ്ങളും അകറ്റുവാൻ ഡോക്ടർ സനോജിന്റെ കൃതികൾക്ക് കഴിയുന്നു. എഴുത്തുകാരൻ സമൂഹബോധമുള്ളവനാകണം എന്ന തത്വത്തെ എഴുത്തിലൂടെ സഫലീകരിക്കുന്ന ഡോക്ടർ സനോജിനോടൊപ്പം അക്ഷരഭൂമിക. വയനാട്ടിലെ സാഹിത്യകാരന്മാരെയും വായനക്കാരെയും വായനശാലകളെയും പരിചയപ്പെടുത്തുന്ന വയനാടിൻ്റെ അക്ഷരഭൂമിക എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിരവധി സാഹിത്യകാരന്മാരെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇന്നും വളരെ പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അദ്ദേഹം ഒരു സർഗാത്മക സാഹിത്യകാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ സാഹിത്യത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള, ഓരോ പുസ്തകങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോടുകൂടി ഒരുപക്ഷെ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അറിയാം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുടെ പ്രാധാന്യം, അത് ജനങ്ങൾക്ക് എത്രമാത്രം ഗുണപ്രദമാകുന്നു എന്നൊക്കെയുള്ളത്. ഏതായാലും നമുക്ക് അതിഥിയിലേക്ക് വരാം. ഡോക്ടർ സനോജ്, സ്വാഗതം. താങ്ക് യു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഒരു സർഗാത്മക സാഹിത്യകാരനാണോ എന്ന് ചോദിച്ചാൽ അതെ. കാരണം സർഗാത്മകതയില്ലാതെ ഒരിക്കലും ഒരു എഴുത്തുകാരന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണല്ലോ അതിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും വലിയ പ്രാധാന്യത്തോടു കൂടി അങ്ങയുടെ ഒരു പുസ്തകമുണ്ട്, ഡോക്ടറെ ഒരു സംശയം. ഒരു ദന്ത ഡോക്ടർ എന്നുള്ള നിലയിൽ അത്തരമൊരു പുസ്തകത്തിൻ്റെ രചനയിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? ഞാൻ ഡെൻറ്റിസ്റ്റായിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ട് 2000 തുടങ്ങിയ പ്രാക്ടീസ്. അപ്പോൾ ഞാൻ കുറേ വർഷം പ്രാക്ടീസ് ചെയ്ത ശേഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ ഒരു കാലഘട്ടത്തൊക്കെ എനിക്ക് വായന വലിയ ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതലേ ചെറിയ രീതിയിൽ വായന ഉണ്ടായിരുന്നു എനിക്ക്. കുറേ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ ഡെൻ്റൽ മേഖല, അതായത് ഡെൻറ്റിസ്ട്രിയെക്കുറിച്ച് അല്ലെങ്കിൽ ദന്താരോഗ്യത്തെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകം നിലവിലില്ലായിരുന്നു. ഞാൻ പല പുസ്തകശാലകളിലും അതുപോലെ തന്നെ DC അടക്കമുള്ള മാതൃഭൂമി അടക്കമുള്ള പല ഷോറൂമുകളിൽ പോയി ഞാൻ മനഃപൂർവ്വം ചോദിക്കാറുണ്ട്, ഡെൻറ്റിസ്ട്രിയെക്കുറിച്ചുള്ള എന്തെങ്കിലും പുസ്തകങ്ങളുണ്ടോ, ഡെൻ്റൽ അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന. പക്ഷെ അവർ പറഞ്ഞില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളായിരുന്നു, ഇംഗ്ലീഷിൽ. അപ്പോൾ എനിക്ക് ഒരു സാധ്യതയല്ല, ഞാൻ മനസ്സിലാക്കി ഇത്രത്തോളം ജനങ്ങൾ ദന്തരോഗങ്ങളായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ അവിടെ ഒരു ദന്തരോഗത്തെക്കുറിച്ചും ദന്ത സംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രസക്തി ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ തന്നെ എൻ്റെ അനുഭവങ്ങൾ ഏകദേശം 2000 ക്ലിനിക്ക് തുടങ്ങി 2015 ഞാൻ പുസ്തകം എഴുതുന്നത്. ആ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഞാനൊരു പുസ്തകമാക്കി മാറ്റി. ആ ഓരോ എക്സ്പീരിയൻസിലും ഒരു കഥ രൂപത്തിലാക്കി, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള കഥകളാക്കി മാറ്റി. ഓരോ കഥകളിലും പല്ലിനെക്കുറിച്ചുള്ള ഓരോരോ ട്രീറ്റ്മെൻറ്റ്സും കൂടെ ഉൾപ്പെടുത്തിയപ്പോൾ അത് വളരെ വളരെ നന്നായിട്ട് വന്നു. അവിടെ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടത് തോന്നിയത്. കാരണം ഇതിൽ ജനങ്ങൾക്കുള്ള പല സംശയങ്ങളും, അതായത് പല്ലിനെ സംബന്ധിച്ചിട്ടുള്ള നിരവധി സംശയങ്ങളാണ്. ഈ സംശയങ്ങൾക്കൊക്കെ ഒരു ദൂരീകരണമാണ് സത്യത്തിൽ ഡോക്ടർ അവിടെ കൊടുത്തത് എന്നുള്ളതാണ്. അപ്പം അത് ഞാൻ കാണുന്നതും അത് ഒരു ആരോഗ്യ സംരക്ഷണത്തെ പറ്റിയുള്ളൊരു പുസ്തകമാണെങ്കിൽ പോലും അത് ഒരു നല്ല കഥ വായിക്കുന്ന രീതിയിൽ അത് വായിച്ചു പോകാം. എൻ്റെ ചോദ്യം ഇതാണ്, അതിൽ പല കാര്യങ്ങളും ഡോക്ടറുടെ അനുഭവങ്ങൾ തന്നെയാണ്? തീർച്ചയായും അതിൽ പറഞ്ഞിരിക്കുന്ന പലതും എൻ്റെ അനുഭവങ്ങളായിരുന്നു. പിന്നെ സുഹൃത്തുക്കളായ ഡെൻറ്റിസ്റ്റുകൾക്ക് അവർക്ക് ഒരുപക്ഷെ എഴുതാൻ കഴിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ രീതിയിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ടൊക്കെ എന്നോട് പറഞ്ഞ അനുഭവങ്ങളും ഞാനത് അനുഭവങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് താങ്കൾക്ക് തോന്നിയത് ഏതാണ്? നിരവധി കാര്യങ്ങളുണ്ട് എനിക്കറിയാം, എന്നാൽ പോലും സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന കുറേയധികം പ്രശ്നം. തീർച്ചയായും അതിലേക്ക് ഓറൽ ക്യാൻസറും അണ്ണാച്ചി എന്നൊരു അധ്യായമുണ്ട്. അതെ, അതെനിക്ക് വളരെ
വരെ ഒരു വളരെ ഇഷ്ടപ്പെട്ടതല്ല, എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയിരുന്നു. അതായത് എല്ലാ പ്രേക്ഷകരും ഈ പുസ്തകം വായിച്ചിട്ടില്ല, അതുകൊണ്ട് ആ ഭാഗം ഒന്ന് പറയുന്നത് നല്ലതായി. ഓക്കെ. ഈ ഓറൽ ക്യാൻസർ അണ്ണാച്ചി എന്ന പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഗൂഡല്ലൂർ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ദീപക് സക്കറിയ എന്ന് പറയുന്ന അദ്ദേഹം ഒരിക്കലും എന്നെ കണ്ടപ്പോൾ ഒരു അനുഭവം പങ്കിടുകയുണ്ടായി. ആ ഒരു അനുഭവമാണ് ഞാൻ അതിൽ പറയാൻ പോകുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, കുറച്ച് ഞാൻ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് ഒരു അണ്ണാച്ചി, ഒരു തമിഴ്നാട്ടിലെ തേയിലത്തോട്ടത്ത് വർക്ക് ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ്റെ അണ്ണാച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വായിലൊരു പുണ്ണുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് മനസ്സിലായി അത് വായ്പുണ്ണല്ല, ക്യാൻസറിൻ്റെ ആരംഭമായിരുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനന്ന് BDS ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇറങ്ങിയ സമയത്തായതുകൊണ്ട് ഞാൻ അണ്ണാച്ചിന് ഈ വായ്പുണ്ണല്ല അണ്ണാച്ചി, ഇത് ക്യാൻസറിൻ്റെ തുടക്കമാണ്, നിങ്ങൾ പുകവലിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പുകവലിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പുകവലിക്കുമെന്ന് പറഞ്ഞു. മദ്യപിക്കുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ അതും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ അണ്ണാച്ചി ഇത് മനസ്സിലാവും, നിങ്ങൾക്ക് പുകവലിക്കുന്നതും കുടിക്കുന്നതൊക്കെ തെറ്റല്ലേ എന്ന് മനസ്സിലാക്കി, നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. ആമാ സാർ, എനിക്ക് അതെല്ലാം തെറിയും, പക്ഷേ എനിക്ക് അത് ആരും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം അത് ചെറുപ്പം മുതലേ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അന്ന് ആ ഡോക്ടർ പറഞ്ഞു, ഇത് നിങ്ങൾ വിചാരിച്ച പോലെ വായ്പുണ്ണൊന്നല്ല. അദ്ദേഹം അണ്ണാച്ചി എന്ന് പറഞ്ഞ്, സാർ എനിക്കൊരു വായ്പുണ്ണ്, എനിക്ക് ഏതാഴ്ച മാത്രമേ കൊടുക്കുക, അതിൽ മരുന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞത് വായ്പുണ്ണൊന്നല്ല, ഇത് ക്യാൻസറിൻ്റെ തുടക്കമാണ്, നിങ്ങളിത് പെട്ടെന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഇത് കേട്ട് അപ്പോൾ നിങ്ങൾക്ക് മരുന്നൊന്നുമില്ല, നിങ്ങൾ ആദ്യമേ പുകവലിയൊക്കെ നിർത്തിയിട്ട് വരാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അയാൾ അപേക്ഷിച്ചു, സാറേ ഞാൻ ഇങ്ങനെ നിർത്തിക്കോളാം ആ രീതിയിൽ. പക്ഷേ പ്രത്യേകിച്ച് അറിയാമല്ലോ, മരുന്നൊന്നുമില്ല, എന്തോ ഒരു ഓയിൻമെൻറ്റ് എഴുതി കൊടുക്കുകയും ചെയ്യും, പോവുകയും ചെയ്തു. ഇപ്പം ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന്, ഈ അണ്ണാച്ചി താമസിച്ചിരുന്ന ഭാഗത്തുനിന്ന് വേറൊരു പേഷ്യൻ്റ് ഈ ഡോക്ടറെ അടുത്ത് വരികയും ഡോക്ടർ ചോദിച്ചു, ഞാൻ പണ്ട് ഈ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പേഷ്യൻ്റ് വന്നിരുന്നല്ലോ, ഈ അണ്ണാച്ചിൻ്റെ പേരൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു അണ്ണാച്ചിയായിരുന്നു. പറഞ്ഞു, ആളിപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഈ വന്ന ആൾ കുറച്ച് നേരം ഒന്നും മിണ്ടാതിരുന്നു. സാറേ, അത് പിന്നെ ഒരു സംഭവം സാറൊന്ന് പറഞ്ഞില്ലല്ലോ, അന്ന് അണ്ണാച്ചിക്ക് വായിലൊരു വായ്പുണ്ണല്ല ക്യാൻസർ ആയിരുന്നു പറഞ്ഞല്ലോ. അണ്ണാച്ചി ആ ഒരു ഇതും കേട്ട് മനപ്രയാസത്തിൽ പോകുന്ന വഴിക്ക് ഒരു വിഷം വാങ്ങിയിട്ട് കഴിച്ചു, അദ്ദേഹം സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം അത് വല്ലാത്തൊരു പ്രയാസം ഈ ഡോക്ടറുണ്ടാക്കി. അദ്ദേഹം എന്നോട് വളരെ, ഞാൻ കാരണം അയാൾ മരിച്ചല്ലോ എന്ന രീതിയിൽ എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ ഇതൊന്ന് ഒരു അനുഭവമായിട്ട് എഴുതാൻ പറ്റുമോ എന്ന രീതിയിലൊക്കെ അന്ന് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പെർമിഷനോടെ തന്നെ ഞാൻ ആ കഥ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആരാണ് തെറ്റുകാരെന്ന് പറയാൻ പറ്റില്ല. പുകവലിച്ച അണ്ണാച്ചിയാണോ തെറ്റുകാരൻ, അല്ലാണ്ട് ഇതിനെക്കുറിച്ച് വേണ്ട വിധത്തിൽ ബോധവൽക്കരണം അതിൻ്റെ രീതിയിൽ പറഞ്ഞു കൊടുക്കാത്ത ഡോക്ടറാണോ തെറ്റുകാരൻ, അത് ഇതുണ്ടായില്ല. കാരണം ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഭീതിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഡോക്ടറിൽ നിന്ന് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക തീർച്ചയായും ഒരിക്കലും ഡോക്ടർ അത് ചിന്തിച്ചിട്ടുണ്ടാകില്ല. ഏതായാലും ഡോക്ടറെ ഒരു സംശയം, നല്ല ഒരു ഹെഡിങ് കൂടിയാണ് അതിനുള്ളത്. അപ്പോൾ അങ്ങനെ നിരവധി സംശയങ്ങൾക്കാണ് അവിടെ സംശയ നിവാരണം കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഒരു എഴുത്തിലേക്ക് ഇങ്ങനെ എഴുതി തുടങ്ങാനുണ്ടൊരു കാരണം. ഇപ്പോൾ ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചെങ്കിൽ പോലും ഇത്തരമൊരു രചനയുടെ പിന്നിൽ സ്വാഭാവികമായിട്ടും ആരംഭ കാലഘട്ടത്തിൽ തന്നെ സാഹിത്യത്തോടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ നന്നായി വായിക്കുന്ന ഒരാളായിരുന്നു. ഇതായിരുന്നു സത്യത്തിൽ ആദ്യം എഴുതിയിരുന്നത്. അപ്പോൾ പ്രസിദ്ധീകരിച്ചത് ഇതായിരിക്കാം, എങ്കിൽ പോലും അതിനു മുമ്പ് രചനകളൊക്കെ തുടക്കത്തിൽ സത്യത്തിൽ ഞാനൊരു തമിഴ് മീഡിയം സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് തമിഴായിരുന്നു, മലയാളമല്ല. പക്ഷേ ചെറുപ്പം മുതൽ ഞാൻ അത്തരത്തിലുള്ള ബാലരമ, പൂമ്പാറ്റാമറിച്ച് നമ്മളൊക്കെ വായിക്കുന്ന അത്തരത്തിലുള്ള ബുക്കുകൾ വായിച്ച് തന്നെയാണ് ഞാൻ വളർന്നത്. വായിക്കുമായിരുന്നു, എഴുത്ത് കുറവായിരുന്നു. അപ്പോൾ ഞാൻ സേലത്ത് BDS പഠിക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ റാഗിങ്ങിൻ്റെ കാലമായിരുന്നു, 94 കാലഘട്ടമായിരുന്നു. റാഗിങ് നന്നായിട്ട് നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ കോളേജിൽ ഹോസ്റ്റലിലൊക്കെ റാഗിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സീനിയേഴ്സ് വന്നിട്ട് നമ്മളുടെ റാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളും ചെക്ക് ചെയ്തപ്പോൾ അവർക്കൊരു കുറിപ്പ് കിട്ടി. ആ കുറിപ്പ് ഞാൻ എഴുതിയൊരു കത്തായിരുന്നു, ഒരു കഥയായിരുന്നു. ഒരു സീനിയർ വായിച്ചിട്ട് ഞാൻ ആ കുറിപ്പിൽ എഴുതിയിരുന്നാൽ കഥയിൽ എഴുതിയിരുന്നത് റാഗിങ്ങിനെ കുറിച്ചുള്ള രസകരമായ സംഭവം. അതിലൊരു ഈ എഴുത്തിനോടൊക്കെ ഇഷ്ടമുള്ളൊരു സീനിയർ പറഞ്ഞു, നീ ഞങ്ങളെക്കുറിച്ച് കഥയൊക്കെ എഴുതൂല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എഴുതിയത് കൊള്ളാം, ഇനി ഇത് പുറത്ത് കാണിക്കരുത്, നിനക്കുള്ള പണിഷ്മെൻറ്റ് ഇതുപോലെയുള്ള കഥകൾ എല്ലാ ദിവസവും എഴുതി തരണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും സരസനായ, അല്ലെങ്കിൽ അത് ഒരു എഴുത്തിനോട് ഇഷ്ടമുള്ള ഒരു സീനിയറാണ് ഇത് ഈ സീനിയർ കണ്ടെത്തിയത് കൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു എഴുത്തിലേക്ക്, അപ്പോൾ ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, നിനക്ക് എഴുതാനുള്ളൊരു കഴിവുണ്ട്, നീ എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെറിയ എഴുത്തിൻ്റെ ഒരു മേഖലയിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നത്. അത് മാത്രമല്ല, മറ്റൊന്ന് ഡോക്ടർ സനോജ് മലയാളത്തിലെ നിരവധി സാഹിത്യകാരന്മാർ, പ്രത്യേകിച്ചും അങ്ങയുടെ
ഈ ഡോക്ടർ ഒരു സംശയം എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്തത് ബെന്യാമിനാണ്. അങ്ങനെ കുറച്ച് സാഹിത്യകാരന്മാരുമായിട്ട് കുറച്ച് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണല്ലോ. ഈ ബെന്യാമിനുമായിട്ടുള്ള ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു? ബെന്യാമിനായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ഈ പുസ്തകം ആദ്യം എഴുതിയ സമയത്ത് ഞാൻ ആദ്യം ഉദ്ദേശിച്ച ഡോക്ടർ സംശയം ജനങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് പോലെ എഴുതിയിട്ട് വരുന്ന പേഷ്യൻസിന് കൊടുക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരുന്നത്. അത് വായിച്ച ശേഷം ഡോക്ടർ അനിൽകുമാർ, അദ്ദേഹം ആയുർവേദം MBBS കഴിഞ്ഞ ഒരു സുഹൃത്തായിരുന്നു, ബത്തേരി പ്രാക്ടീസ് ചെയ്ത ഡോക്ടർ, ഇപ്പോൾ അദ്ദേഹം കണ്ണൂരാണ്. അദ്ദേഹം പറഞ്ഞു ഇതിനൊരു കൂടുതലൊരു സാധ്യത ഞാൻ കാണുന്നു, DC ബുക്സിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ പുസ്തകം ഞാൻ പുസ്തകമല്ല ഞാൻ എഴുതിയ കാര്യങ്ങൾ DC ബുക്സിൽ അയച്ചു കൊടുക്കുകയും അവർ പറഞ്ഞു ഇത്തരത്തിലുള്ള സാഹിത്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടില്ല, ഒരുപാട് വിറ്റഴിക്കപ്പെടാൻ സാധ്യതയുണ്ട് പുസ്തകം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് DC ബുക്സ് ഈ പുസ്തകം ഏറ്റെടുക്കുന്നത്. അപ്പോൾ പ്രകാശനത്തിൻ്റെ സമയത്ത് വന്നപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയാണ് പ്രകാശനം ഡോക്ടർ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയ പുസ്തകമാണ്, ഒരു പക്ഷേ ആദ്യമായിട്ട് ഇനി ഈ പുസ്തകം എഴുതിക്കൊണമെന്നില്ല, അതുകൊണ്ട് എനിക്ക് വലിയൊരു സംഭവമായിട്ട് നടത്താൻ വലിയ താല്പര്യമുണ്ട്, എൻ്റെ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും അറിയുന്ന രീതിയിൽ നടത്തണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞു പിന്നെ അങ്ങനെയാണെങ്കിൽ ഏത് സാഹിത്യകാരങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രകാശനം ചെയ്യാൻ? ബെന്യാമിൻ മതിയോ എന്ന് ചോദിച്ചവർ. അപ്പോൾ എനിക്കത് വലിയ സംഭവമായിരുന്നു, കാരണം ബെന്യാമിനെ പോലെ ഒരാൾ അന്ന് ആടുജീവിതമൊക്കെ എഴുതി ലൈംലൈറ്റ് നിൽക്കുന്ന സമയമായിരുന്നു. എനിക്ക് വലിയ ഒരു എന്താ പറയുക, എനിക്ക് ഷോക്കിങ്, ഭയങ്കര സന്തോഷ വാർത്തയായിരുന്നു ബെന്യാമിനെ കിട്ടുക എന്നുള്ളതൊക്കെ പറഞ്ഞു. അദ്ദേഹം പിന്നെ അവർ തന്നെ DC ബുക്സ് തന്നെയാണ് അവർക്ക് ബെന്യാമിന് ആ പുസ്തകം അയച്ചു കൊടുക്കുകയും അങ്ങനെയാണ് ബെന്യാമിൻ എൻ്റെ ഇതിലേക്ക് വരുന്നത്. പിന്നെ ആ ഒരു പുസ്തക പ്രകാശനം നമ്മുടെ ബത്തേരിയുള്ള സൗഹൃദ സാംസ്കാരിക വേദി എന്ന് പറയുന്ന പിന്നെ ആ ഒരു ഗ്രൂപ്പിന് ആ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും അവർ വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു പ്രകാശന ചടങ്ങ്. ഞാൻ നിരവധി പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്ത ഒരാളാണ്. പക്ഷേ ഡോക്ടർ ഒരു സംശയം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മത്തിൽ വലിയ ബഹുജന പങ്കാളിത്തമായിരുന്നു. തീർച്ചയായും അത് ആ പുസ്തകത്തോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് ഡോക്ടറുമായിട്ട് ജനങ്ങളോടുള്ള അല്ലെങ്കിൽ ഡോക്ടർ ജനങ്ങളുമായിട്ട് പുലർത്തുന്ന ആ വലിയൊരു ബന്ധമാണ്. ഇന്ന് ബെന്യാമിൻ വളരെ മനോഹരമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ബെന്യാമിൻ ആ പ്രകാശന ചടങ്ങ് നടന്ന് ഞങ്ങൾ ഒരു റിസോർട്ടിലേക്ക് താമസിച്ചു. അദ്ദേഹം 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയത് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ നിരവധി ഇത്തരം പുസ്തക പ്രകാശന ചടങ്ങുകൾ പോകാറുണ്ടെങ്കിലും എനിക്ക് ഇന്നത്തെ പ്രോഗ്രാം വളരെ ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. ഞാനത് അങ്ങനെയാണ് അതിനെ കാണുന്നത്. വലിയൊരു ജനക്കൂട്ടം അവിടെ വന്നു, നിരവധി ഡോക്ടർമാരുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്. ഒരുപക്ഷെ ആ പുസ്തകം ഒരുപക്ഷെ ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയതും ആ ഒരു സമയത്തിന് ശേഷമാണ്. പിന്നീട് ഡോക്ടർ നല്ലൊരു വായനക്കാരൻ കൂടിയാണ്. നല്ല വായനക്കാരൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ചില സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളോട് വലിയ താല്പര്യമുള്ള ഒരാളാണ്. ഏത് സാഹിത്യകാരനോടാണ് അത്രയധികം താല്പര്യം തോന്നിയിട്ടുള്ളത്? ചെറുപ്പം പുനത്തിൽ എൻ്റെ പുസ്തകങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ രീതി ശൈലികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ബത്തേരി പ്രാക്ടീസിന് സമയത്ത് തന്നെ ഒരു ദിവസം ഇങ്ങനെ ടൗണിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പുനത്തിലിടയ്ക്കൽ ബത്തേരിയിൽ വരാറുണ്ടല്ലോ, ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് അദ്ദേഹത്തിനെ ഒരിക്കൽ കണ്ടുമുട്ടുകയും ഞാൻ പറഞ്ഞു എനിക്ക് താങ്കളുടെ പുസ്തകങ്ങളും ഭയങ്കര ഇഷ്ടമാണ്, വായന എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് താങ്കളുടെ പുസ്തകങ്ങളുടെ. അപ്പോൾ അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചു, എൻ്റെ ക്ലിനിക്കിൽ വന്നു. അദ്ദേഹം പറഞ്ഞു എൻ്റെ മോനും ഒരു ഡെൻറ്റിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരു വല്ലാത്തൊരു ആത്മബന്ധം കൂടെ അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു. അതുമാത്രമല്ല ഈ വായനക്കാരുടെ വലിയ സൗഹൃദങ്ങൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ സനോജിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. കാരണം ബത്തേരി സൗഹൃദ സാംസ്കാരിക വേദിയുടെ ഒരു സജീവ പ്രവർത്തകൻ കൂടിയാണ് താങ്കൾ. മറ്റൊരു കാര്യം, ഞാൻ ഈ പുസ്തകത്തെ കാണുന്നത്, അതാണ് ഞാൻ ഈ ആരംഭത്തിലേ പറഞ്ഞത്, ഒരു ദന്തഡോക്ടർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ദന്തഡോക്ടർമാർ തന്നെ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് രോഗം വന്നാൽ മാത്രമേ ക്ലിനിക്കിൽ വരികയുള്ളൂ, പരിശോധിച്ച് അതിൻ്റെ ഫലമൊക്കെ പറയുമ്പോഴാണ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏണിങ്ങും ഉണ്ടാവുക. പക്ഷെ ഞാൻ ഈ പുസ്തകം വായിച്ചതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, സാധാരണ ജനങ്ങൾക്ക് ഒരു പരിധി വരെ ദന്തരോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം കാര്യങ്ങളും അതിനെ എങ്ങനെ ആ രോഗങ്ങൾക്ക് തടയിടാം എന്നും അതിലൊരു പരിധി വരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മറ്റു ഡോക്ടർമാരെങ്ങനെയാണ് ഈ പുസ്തകത്തെ നോക്കിക്കണ്ടത്? കാരണം തങ്ങളുടെ അടുത്തേക്ക് വരേണ്ട രോഗികൾ സ്വാഭാവികമായിട്ടും കുറേ കാര്യങ്ങളൊക്കെ സ്വന്തം അതിനുള്ള ക്രമീകരണം നടത്തും എന്നുള്ള ഒരു സന്ദേശം കൂടി ഇതിലുണ്ടല്ലോ. തീർച്ചയായും ഞാൻ എഴുതുമ്പോഴൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പല ഡോക്ടർമാരും പറയാറുണ്ട് എന്നോട്, ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ, ഇത് തുറന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഇപ്പോൾ പ്രശ്നമാവില്ലേ, അല്ലെങ്കിൽ നിനക്കൊരു, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. വളരെ എന്താ പറയുക, മനസ്സിലുള്ളത് എഴുതിയത് മാത്രം.
ഞാൻ പലപ്പോഴും ഈ വായനക്കാരെ പിന്നെ ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നതിലാണ് ഞാൻ വെറുതെ ഒരു കഥ പറഞ്ഞ പോലെ എനിക്ക് പോകാം. പക്ഷെ ആ കഥയിലും ഞാനൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രത്തോളം ഈ പുസ്തകം വായിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സാറ് ഒരു മാധ്യമപ്രവർത്തകനാണ്. തീർച്ചയായും സാറിൻ്റെ അനുഭവം ഇതുപോലെ ഒരു പുസ്തക രൂപത്തിലാക്കണം എന്ന് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം. ഓരോ വ്യക്തികളും അവരവൻ്റെ കർമ്മമേഖലയിൽ ഉള്ളവർ അവരുടെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെച്ചാൽ അല്ലെങ്കിൽ അത് എഴുതി വെച്ചാൽ അത് പിന്നീടുള്ള തലമുറയ്ക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ചിന്തിച്ച്, അല്ലാണ്ട് ഞാൻ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാനത് ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ ചോദിച്ചതാണ്. സത്യത്തിൽ അങ്ങനെയല്ല സംഭവിക്കുക. ഈ പുസ്തകം വായിക്കുമ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും വരുമ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് പലരും ചെയ്യുക എന്നുള്ളത് അതിൻ്റെ മറുപുറം കൂടിയുണ്ട്. പിന്നെ ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകം, ഞാനത് എനിക്ക് തോന്നുന്നത് മലനാട് ചാനലിൻ്റെ ഈ ഒരു പരിപാടിയിലൂടെയാണ് വയനാട്ടുകാർ ആ പുസ്തകത്തെക്കുറിച്ച് അറിയാൻ പോകുന്നത്. കാരണം അതിൻ്റെ പ്രകാശനകർമ്മം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതും പല്ലുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് പല്ല് നിങ്ങൾക്കൊരു പ്രശ്നമേ ആകില്ല എന്ന് പറയുന്ന പുതിയൊരു പുസ്തകത്തിൻ്റെ രചന പൂർത്തീകരിക്കപ്പെട്ടു. ആ പുസ്തകം ഇനി പ്രകാശനം മാത്രം നടന്നാൽ മതി. ആ പുസ്തകത്തിനെ കുറിച്ച് കൂടി പറയും. നേരത്തെ സൂചിപ്പിച്ച പോലെ 2015 ആദ്യത്തെ പുസ്തകം എഴുതിയത്. പിന്നീട് നീണ്ട ഒരു ഇടവേള, പിന്നീട് എഴുതാൻ തോന്നിയില്ല എന്നല്ല, ഒരു ബ്ലോക്ക് അതെങ്ങനെ വരുമല്ലോ നമുക്ക് സ്വാഭാവികമായിട്ടും. പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ പിന്നീട് എന്താ എഴുതാത്തതെന്ന്. അപ്പം പിന്നീട് നമ്മുടെ ഡെന്റിസ്റ്റുകളുടെ അസോസിയേഷനായ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു കേരള ഘടകം, അതായത് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. കേരള ഘടകത്തിൽ അവർ പ്രസിഡന്റ് ഡോക്ടർ ടെറി തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹം വായനയോടൊക്കെ വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു പീരീഡിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും, ഒരുപാട് പ്രൊജക്റ്റുകൾ അസോസിയേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും എന്തെങ്കിലും എല്ലാ കാലത്തും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടോയെന്ന് ആ രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് മറ്റത് ചികിത്സാനുഭവങ്ങളായിരുന്നല്ലോ. ഇത് ഇന്ന് വളരെ ഫാസ്റ്റാണ്. ആർക്കും പഴയ പോലെ ഇന്ന് വായിക്കാനൊക്കെ സമയം ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയ അത്രയും ഇതാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് പോയിരിക്കും. 200 ക്വസ്റ്റ്യൻസ്, അതിന് ഉത്തരങ്ങൾ അങ്ങനെ വന്നിരിക്കുന്നത്. അത് വളരെ കളർഫുള്ളായിട്ട് മൾട്ടി കളർഡായിട്ട് വളരെ വിത്ത് ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇനിയുള്ള കേരളത്തിലുള്ള ഫസ്റ്റ് എഡിഷൻ തന്നെ 10,000 കോപ്പി ഇറങ്ങിയിട്ടുണ്ട്. 10,000 കോപ്പി ഇറങ്ങിയിട്ടുണ്ട്. ഇതിനി ഓരോ പുസ്തകങ്ങളും കേരളത്തിലുള്ള എല്ലാ ഡെൻ്റൽ ക്ലിനിക്കിലേക്കും അസോസിയേഷൻ തന്നെ അയച്ചു കൊടുത്ത് അവർക്ക് പേഷ്യൻസിന് ഡെൻ്റൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് അവർക്ക് ഇത്തരം കോപ്പീസ് ഇനി ലഭ്യമായിരിക്കും എല്ലാ ക്ലിനിക്കുകളും. സത്യത്തിൽ ഒരു രചന കൊണ്ട് എന്താണ് ജനങ്ങൾക്ക് ഉപകാരമെന്ന് ചോദിച്ചാൽ ഈ ഒരു പുസ്തകമൊക്കെ ചൂണ്ടിക്കാട്ടാനുള്ള തലത്തിലേക്ക് അത് മാറുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇത്രയും ഒരു 10,000 കോപ്പി അച്ചടിക്കാൻ ഒരു സന്മനസ് കാണിച്ച തിരുവനന്തപുരത്തുള്ള PMS ഡെന്റൽ കോളേജ്, അവരോടുള്ള ഒരു പ്രത്യേക നന്ദിയും കൂടെ കടപ്പാട് ഞാൻ അറിയിക്കാം. അപ്പോൾ അത്തരമൊരു സഹായം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. തീർച്ചയായും. കാരണം ഇത് കേരളത്തിലെ എല്ലാ ദന്തൽ ഡോക്ടർമാർക്കും കിട്ടുകയാണെങ്കിൽ അവരുടെ ക്ലിനിക്കിൽ ഇത് വെക്കാം. സ്വാഭാവികമായിട്ടും ഇത്തരം രോഗവുമായിട്ട് വരുന്നവർക്ക് അതൊരു അസറ്റായി മാറുകയും ചെയ്യും, അത് വാങ്ങുകയും ചെയ്യും. സത്യത്തിൽ ആ പുസ്തകത്തിലും ഉള്ളത്, അതായത് പ്രകാശനം ചെയ്യപ്പെടാത്തൊരു പുസ്തകമാണെങ്കിൽ പോലും ഡോക്ടറെ ഒരു സംശയം എന്ന പുസ്തകത്തിൽ നിന്ന് വേറിട്ട എന്താണ് ഈ പുസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ വായനക്കാരൻ പ്രതീക്ഷിക്കേണ്ടത്? ഡോക്ടറെ ഒരു സംശയം ഒന്നുമില്ല. എൻ്റെ അനുഭവങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ അനുഭവങ്ങളായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇതിലങ്ങനല്ല. ഞാൻ ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന ഞാൻ മനസ്സിലാക്കിയ എല്ലാ ഡോക്ടർമാരും, ഞാൻ മാത്രമല്ല കേരളത്തിലുള്ള BDS കഴിഞ്ഞ എല്ലാ കേരളത്തിൽ നിന്നല്ല BDS കഴിഞ്ഞ ഓരോ വ്യക്തികളും അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ഞാൻ അറിയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ എഴുതിയത് മാത്രം. അതായത് ഞാനൊരു ഡോക്ടറായി നിൽക്കാതെ ഞാനൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഞാനെങ്ങനെ ചിന്തിക്കും, ഓരോ പല്ലിനെ കുറിച്ച് എൻ്റെ സംശയങ്ങൾ എന്തായിരിക്കും, അതും വളരെ ചെറിയ ചോദ്യം ഉത്തരം എന്ന രീതിയിലായിരിക്കും. ഓൾമോസ്റ്റ് 200 ചോദ്യങ്ങളുള്ള അതിനുള്ള ഉത്തരവും അതിനുള്ള ഫോട്ടോ സഹിതമുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കോഫി ടേബിൾ ബുക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണത്. അതിൽ ഏതെല്ലാം ഇപ്പോൾ ഒരു പല്ലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അതിൽ വന്നിട്ടുണ്ട്. തീർച്ചയായും എല്ലാം. ഞാൻ പറയുന്നത് ഈ പുസ്തകത്തിൽ വരാത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആരെങ്കിലും ഒരു ക്യാമ്പയിൻ നടത്താൻ പോവാണ്, ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു പുസ്തകം ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു പരിപാടി നടക്കുകയാണ്. അത്തരത്തിലുള്ള, കാരണം അത്രയും പല്ലിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമായിരിക്കും അത്. അപ്പോൾ അത് വലിയ ഉപകാരപ്രദമാകും. തീർച്ചയായും. ഏതായാലും ഞാൻ ഈ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ സത്യത്തിലൊരു സാഹിത്യകാരനുമായിട്ടുള്ള സംവാദം എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള വലിയ കാര്യങ്ങളാണ്. ഒരു കഥ വായിച്ചു പോയാൽ അതിലൊരു സംതൃപ്തി വായനക്കാരനുണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള പുസ്തകം വായിക്കുമ്പോൾ ആ സംതൃപ്തിയോടൊപ്പം തന്നെ അവൻ്റെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്കുള്ള ദൂരീകരണം കൂടി കിട്ടും എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ പുസ്തകത്തിൽ ടെക്നിക്കൽ ടേംസ്, അതായത് ഡെൻ്റൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ആ ടേംസ് ഉപയോഗിക്കാതെ
സാധാരണ എല്ലാവർക്കും മനസ്സിലാവാവുന്ന രീതിയിലുള്ള ടെർമിനോളജി അല്ലെങ്കിൽ അത്തരം വാക്കുകളാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, അത് നിർബന്ധമാണ്. കാരണം ടെക്നിക്കൽ ടേം ആവുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ അത് ബോധ്യപ്പെടും എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഓരോ കാലഘട്ടത്തിലും ജനങ്ങളുടെ വിവരമൊക്കെ കൂടുകയാണ്. എന്നാൽ പോലും ഓരോ രംഗത്തും ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അത്ര ബോധ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതേതായാലും വളരെ മനോഹരമായിട്ട് പൂർത്തീകരിക്കട്ടോ. അതിൻ്റെ പ്രകാശന കർമ്മമൊക്കെ എന്ന് നടത്താം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡിസംബർ ലാസ്റ്റ് 27, 28, 29 ആലപ്പുഴ വെച്ച് ഞങ്ങൾ ഓൾ കേരള സ്റ്റേറ്റ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇത് ബത്തേരി വെച്ചാൽ നടന്നിരുന്നത്. കുപ്പാടി സെൻറ്റ് മേരീസ് കോളേജിൽ വെച്ചായിരുന്നു. വലിയൊരു പ്രോഗ്രാമായിരുന്നു. അതുപോലെ എല്ലാ വർഷവും നടത്താറുണ്ട്. ഇപ്രാവശ്യം അത് ആലപ്പുഴ റമദയിൽ വെച്ചിട്ട് 3 ദിവസത്തെ പ്രോഗ്രാമാണ്. അവിടെ വെച്ചിട്ടാണ് ഇതിൽ ആദ്യത്തെ പ്രകാശനം നടക്കുന്നത്, ഒഫീഷ്യൽ റിലീസ്. അതിനുശേഷം ഞാൻ പറഞ്ഞു, എനിക്ക് മുൻപ് നടത്തിയ പോലെ തന്നെ സൗഹൃദയുടെ ഒരു സഹായത്തോടെ അല്ലെങ്കിൽ അവർ ഇതിൽ ആഭിമുഖ്യത്തിൽ തന്നെ നമ്മൾ ബത്തേരിയിൽ വെച്ച് തീർച്ചയായും ബത്തേരി ജനുവരി ലാസ്റ്റ് ഒരു പ്രോഗ്രാം ഞാൻ വേണ്ടി എൻ്റെ സുഹൃത്തും എൻ്റെ ഒരു എഴുത്തുകാരനൊക്കെ നമ്മുടെ ഒരു മിസ്റ്റർ സന്തോഷ് എച്ചിക്കാരനല്ലേ, അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നുണ്ട്. അദ്ദേഹം കൊമാല ബിരിയാണി അദ്ദേഹം അതിൻ്റെ ഒരു മെച്ചം കൂടിയുണ്ട്. ഇപ്പോൾ ബെന്യാമിൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തി വയനാട്ടിലേക്ക് വന്നപ്പോൾ അത് സാഹിത്യാസ്വാദകർക്കൊക്കെ ഒരു വലിയ അനുഭവം. തീർച്ചയായും അപ്പോൾ സന്തോഷ് എച്ചിക്കാനം പോലെയുള്ള മറ്റൊരാൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രഭാഷണവും ഒക്കെ കേൾക്കാനുള്ള ഒരവസരം. അപ്പോൾ അതുകൂടി ഡോക്ടറുടെ ഒരു പുസ്തക പ്രകാശനത്തോടു കൂടി നടക്കുന്നു എന്നുള്ളത് സന്തോഷമാണ്. ഏതായാലും നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് വിട്ട് നമുക്കിനി കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിച്ച് പോകാം. പുതിയ കാലഘട്ടം, ഡോക്ടർ ഒരു ചെറുപ്പക്കാരനാണ്. നമുക്കറിയാം വായനയൊക്കെ മരിക്കുന്നു എന്ന് വല്ലാതെ ഖേദിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ വായന നശിച്ചു അല്ലെങ്കിൽ വായന പരിമിതപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയുണ്ടോ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം? ഇത് ഞാൻ പറഞ്ഞത്, ഞാൻ ശ്രീ ബെന്യാമിൻ വന്നപ്പോൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ജനങ്ങൾ വായനയിലേക്ക് തിരിയാത്തതെന്ന് പറഞ്ഞപ്പോൾ അതതിൻ്റെ ഇൻബോൺ ആയിരിക്കണം പോലും. ഈ വായന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എഴുത്ത്, മറ്റ് കലകളൊക്കെ പോലെ തന്നെ ഈ വായിക്കാനുള്ള ഒരു ത്വരയും ഒരു ജന്മസിദ്ധമാണെന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരാളെ പറഞ്ഞ് വായിപ്പിക്കാനൊന്നും പറ്റില്ല. ഈ അവരുടെ ബ്ലഡിൽ അല്ലെങ്കിൽ വായിക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ വായിച്ചിരിക്കും. അപ്പോൾ ഒരു എഴുത്തുകാരനായ ഒരു അച്ഛൻ്റെ മക്കൾ വായനക്കാരനാവണമെന്നില്ല. ഇല്ലില്ല. പക്ഷെ എന്നിരുന്നാലും വായനയ്ക്ക് ഏത് കാലത്തും പ്രസക്തിയുണ്ട്. കാരണം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ എല്ലാവരും ആക്റ്റീവ് ആണെങ്കിൽ പോലും പുസ്തകങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതിൻ്റേതായ ഇടം എല്ലാ കാലത്തും ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ് ഡോക്ടർ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇപ്പം അതാണിപ്പോൾ പറഞ്ഞു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സോഷ്യൽ മീഡിയ എത്രമാത്രം പുതിയ കാലഘട്ടത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്? കാരണം ഡോക്ടർ കൂടി അതിലൊരു സജീവ അംഗം എന്നുള്ള നിലയിലാണ്. അതെ. ഈ സോഷ്യൽ മീഡിയയ്ക്ക് വരാനുള്ള കാരണം തന്നെ ഇത്തരത്തിലുള്ള പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്തിനോട്, തൃശ്ശൂരുള്ള സുഹൃത്തിനോട്, അദ്ദേഹം ഡെൻറ്റിസ്റ്റ് അല്ല, ബിസിനസ്സുകാരനാണ്, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അവിടുത്തെ തൊട്ടടുത്ത് ഡെൻ്റൽ ക്ലിനിക്കിൽ ഈ പുസ്തകം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ ബിസിനസ്സുകാർക്ക് തിരക്കായിരിക്കും, ഇങ്ങനെ വായിക്കാനൊന്നും സമയം കിട്ടില്ല, അതുകൊണ്ട് ഡോക്ടർ കാര്യം ചെയ്യണം, ഈ പറഞ്ഞ ചെറിയ ചെറിയ ചോദ്യം ഉത്തരം ഒരു ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് പറയാൻ ഞങ്ങൾക്ക് വളരെ ഉപകാരമുണ്ട്. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഒരു ഇൻസ്റ്റ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് സജീവമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അത് ജനങ്ങൾ കാണുന്നു, മറക്കുന്നു. പക്ഷേ ഈ ഒരു പുസ്തകം അത് നമുക്ക് കിട്ടുന്നൊരു ആത്മസംതൃപ്തി അത് ഭയങ്കര തന്നെയാണ്. അതെ, എപ്പോൾ വേണമെങ്കിലും എടുത്ത് മറച്ചു നോക്കാം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർ സൂചിപ്പിച്ചത് അവർക്ക് അവരുടെ വർക്കിനോടൊപ്പം തന്നെ ഇത് കേട്ട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാം. ഇതിന് ആധികാരികമായിട്ട് ഇത് പറയുക എല്ലാ വീടുകളിലും വെക്കാൻ പറ്റുന്ന ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാ റെഫറൻസ്, കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള എല്ലാവർക്കും പല്ലിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും അതിലുണ്ടാവും. അല്ല, അത് ഡോക്ടർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഈ പുസ്തകവുമായിട്ട് കാരണം ഡോക്ടർ ഒരു സംശയം എന്ന് പറയുന്ന പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. പക്ഷേ പുതിയതായിട്ട് ഇറങ്ങുന്ന പുസ്തകം അതിനേക്കാളുപരി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ള വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പുസ്തകത്തിന് ശേഷം വല്ലാത്തൊരു ഇടവേള എടുക്കുന്ന ഒരാളാണ്. വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് അടുത്ത പുസ്തകത്തിലേക്ക് കടക്കുന്നത്. ഈ പറയുന്ന പല്ല് നിങ്ങൾക്കൊരു പ്രശ്നമേ ആകില്ല എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം നടക്കാൻ പോകുന്നുള്ളൂ. പക്ഷെ അതിനിടയിൽ പുതിയ എഴുത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അതിനിടയ്ക്ക് നമ്മുടെ ഡോക്ടേഴ്സ് ശംസ് സെക്കൻഡ് എഡിഷൻ കൊച്ചി മറൈൻ ഡ്രൈവിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ അന്ന് നമ്മുടെ MK സാനുമാഷായിരുന്നു അത് പ്രകാശനം ചെയ്തത് അന്നത്തെ രീതിയിൽ. അപ്പോൾ അന്ന് അദ്ദേഹം പുസ്തകം വായിച്ച ശേഷം അദ്ദേഹം പറഞ്ഞത്, ഇത് നിങ്ങൾ ഡെൻറ്റിസ്റ്റ് ആണെങ്കിലും സനോജിന് ഈ ചെറുകഥകളുടെ ഒരു ശൈലി കാണുന്നുണ്ട്, കഥകളിലേക്കും കൂടെ തിരിയേണ്ട
തിരിയാൻ സമയമായി എന്ന് സൂചിപ്പിച്ചു. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളും ഒരുപാട് നല്ല ചെറുകഥ എഴുതുന്ന ആൾക്കാർ ചുറ്റുമുണ്ട്. അപ്പം ഞാൻ എൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഇന്ന് ഡോക്ടറുടെ ഒരു ലാളിത്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സാനു മാസ്റ്റർ പോലെയുള്ള ഒരാളൊക്കെ അങ്ങനെ പറയുമ്പോൾ വെറുതെ പറയില്ല. അപ്പോൾ ബെന്യാമിനോ അല്ലെങ്കിൽ സാനു മാസ്റ്ററോ ഒക്കെ ഒരു വെറുവാക്ക് പറയുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കുറച്ച് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളെ കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത് എന്നുള്ള നിലത്തിൽ നിന്ന് മാറിയിട്ട് എന്ന് പറയുമ്പോൾ അതും കൂടി നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ ചെറുകഥകളിലേക്കൊക്കെ വരണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിർദ്ദേശം കൂടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അപ്പോൾ നമുക്കറിയാം ഈ ഇത്തരം പുസ്തകങ്ങളൊക്കെ ജനങ്ങൾ കയ്യേൽക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റു പുസ്തകങ്ങളെ നമ്മൾ പറയുന്നുണ്ട്, ഇത് ഒരു അത്യാവശ്യ ഘടകമായിട്ട് വരുന്നു. മറ്റു പുസ്തകങ്ങളെ ഇപ്പോൾ ജനങ്ങൾ എത്ര ഏറ്റെടുക്കുന്നുണ്ട്? എൻ്റെ ചോദ്യം മനസ്സിലായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. കാരണം വായനയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ലൈബ്രറികളൊക്കെ ഇന്ന് പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവിടേക്ക് വായനക്കാർ എത്രമാത്രം എത്തുന്നുണ്ട്? ഞാൻ പലപ്പോഴും അക്ഷരഭൂമികയിൽ വരുന്ന അതിഥികളോടൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായും ഡോക്ടർക്ക് എങ്ങനെ തോന്നുന്നു? ഇപ്പോഴത്തെ പഴയ ഒരു രീതി മാറിയിട്ട് ഒരു പുസ്തകത്തോട് എനിക്കെന്ത് കിട്ടും എന്ന രീതിയിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുക? പണ്ടത്തെ ഒരു ആസ്വാദന രീതിയൊക്കെ മാറി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പുസ്തകം വായിക്കും പല്ലിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, ഒരു പക്ഷേ അത് വായിക്കപ്പെടുമായിരിക്കും. അല്ലാത്ത രീതിയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു അത്തരത്തിൽ വായന കുറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിട്ട് പുസ്തകം വായിക്കുന്നവർ മാത്രമേ അത്തരം പുതിയ പുസ്തകങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുള്ളൂ. പുതിയ ന്യൂ ജനറേഷൻ എപ്പോഴും അവർക്ക് ഇൻസ്റ്റൻ്റാണ്, പെട്ടെന്നുള്ള കാര്യങ്ങൾ. അവർക്കൊരു ഒന്നാം ക്ഷമയില്ല. വായിക്കുന്നവരുണ്ടില്ലെന്നല്ല, പക്ഷേ വായനയുടെ രീതി മാറിയെന്ന് മാത്രം. ആൾക്കാർ ഇപ്പോഴും വായനക്കാർ നമുക്ക് ചുറ്റിലും എപ്പോഴും ഉണ്ടെങ്കിലും എനിക്കെന്ത് ലഭിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണയായിട്ട്. അതെ 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 അതെ. അപ്പോൾ ഏതായാലും പുതിയ കാലഘട്ടം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായിട്ടും പുസ്തക വായന മരിക്കില്ല എന്നുള്ളൊരു ബോധ്യം തന്നെയാണ് നമുക്കൊക്കെ ഉള്ളത്. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഏതായാലും 2 പുസ്തകങ്ങൾ, ഒരു പുസ്തകം വളരെ പ്രസിദ്ധി ആർജിച്ചു, രണ്ടാമത്തെ പുസ്തകം ഇറങ്ങാനിരിക്കുന്നു. ആ പുസ്തകവും ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളത് വലിയ ഉറപ്പുള്ളൊരു കാര്യമാണ്. ഡോക്ടറെ പോലെ ഒരു എഴുത്തുകാരൻ അത് ഈ രംഗത്താണ് തൻ്റെ രചനയ്ക്ക് പ്രാമുഖ്യം കൊടുത്തതെങ്കിൽ പോലും ഇനിയും അത്തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അക്ഷരഭൂമിക വയനാട്ടിലെ എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന ഒരു വലിയ പ്രോഗ്രാമാണ്. അതിലേക്ക് വന്നതിനുള്ള മലനാട് ചാനലിൻ്റെ മലനാട് ചാനലിൻ്റെ പ്രവർത്തകരുടെ നന്ദി കൂടി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മലനാട് ചാനലിലെ അക്ഷരഭൂമിക എന്ന പരിപാടി ഞാൻ സ്ഥിരമായിട്ട് നിരന്തരം കാണാറുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു ഇങ്ങനെ എനിക്കും ഒരു ദിവസം ഇവിടെ വരാൻ പറ്റുമോ എന്ന്. പക്ഷേ സാറിൻ്റെ സന്മനസ് കൊണ്ട് തന്നെ ഈ ഒരു ഇന്നത്തെ ദിവസം എനിക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക, എൻ്റെ സ്വപ്നം അല്ലെങ്കിൽ അതൊരു ഞാൻ ആഗ്രഹിച്ചത് സഫലമായിട്ടുണ്ട്. മലനാട് ചാനലിനും അതുപോലെ തന്നെ അക്ഷരഭൂമിക എന്ന ഈ നല്ലൊരു പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും സപ്പോർട്ട് അറിയിക്കും. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ സനോജുമായി ഉള്ള അഭിമുഖം നമ്മൾ കേട്ട് കഴിഞ്ഞു. വയനാടിൻ്റെ അക്ഷരഭൂമിക വളരെ സജീവമാണ്. നിരവധി എഴുത്തുകാരും വായനക്കാരും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള മനോഹരമായ നിരവധി ലൈബ്രറികളുമൊക്കെയുള്ള ഈ വയനാടിൻ്റെ അക്ഷരഭൂമിക ഇനിയും തുടരും. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി. നമസ്കാരം.